ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് യെല്ലോ മേക്ക് ഓവർ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ടാൻ റിമൂവിങ് പാക്കായിട്ടാണ് വന്നത്. ഫേസ് പാക്ക് മാത്രമായിട്ടല്ല, നമുക്ക് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി പാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു ടാൻ റിമൂവിങ് പാക്കാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ ഈ ടാൻ റിമൂവിങ് പാക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ടാൻ വരുന്ന ടൈപ്പ് ഒരു സ്കിന്നാണ് എൻ്റേത്. പിന്നെ എനിക്ക് ഫോർഹെഡൊക്കെ കൂടുതലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടാൻ വരും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി ചെയ്യുന്നതും കൂടുതലായിട്ടും ടാൻ റിമൂവിങ് പാക്കുകളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ടാൻ റിമൂവിങ് പാക്ക് ഇവിടെ കാണിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ടാൻ റിമൂവിങ് പാക്ക് നമുക്ക് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യാൻ ഇച്ചിരി പണിയുണ്ട്, എന്നാലും നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുക. അപ്പോൾ പൊട്ടറ്റോ നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ചെറുപയറാണ്. ചെറുപയർ ഞാനൊരു 1.5 സ്കൂപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഈ ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ചെറുപയർ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ്. നമ്മൾ പണ്ട് കാലം തൊട്ടേ നമുക്ക് ചെറുപയർ പൊടിയൊക്കെ നമ്മൾ ബോഡി വാഷായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ചെറുപയറാണ്. അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ഈ 2 ഇൻഗ്രീഡിയൻസും ഡയറക്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ വേവിച്ചതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ചെറുപയറും പൊട്ടറ്റോയും നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ വേവിക്കാൻ നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഓട്സ്. ഓട്സ് നമ്മൾ ഒരു 1 സ്കൂപ്പ് ഓട്സാണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വേവണം, വെന്തിട്ട് നന്നായിട്ട് അടിയണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഇത് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും ചെറുപയറും ഓട്സും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എടുക്കുമ്പോൾ ഇങ്ങനെ ക്രീമി ആയിട്ട് കിട്ടുന്ന വിധത്തിൽ അത്രയ്ക്കും വെന്ത് കിട്ടണം. കുറച്ച് മാത്രം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കുമ്പോഴത്തേക്ക് ചെറിയ തരിതരിയായിട്ട് കിടക്കും. അങ്ങനെ ആവരുത്. അപ്പോൾ നന്നായിട്ട് വെന്തെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് തൈര് ആഡ് ചെയ്യണം. 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. തൈര് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്ന സാധനമാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് വേണ്ടത്. നമ്മൾ നല്ല തിക്കായിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫേസ് മുഴുവനായിട്ട് ഫേസിലും നെക്കിലും ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് തിക്കിൽ അപ്ലൈ ചെയ്യണം. ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയർ കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ തിക്കായി അപ്ലൈ ചെയ്ത് വരികയാണ് വേണ്ടത്. ഫേസിൽ മാത്രമല്ല, നമ്മൾ നെക്കിലും കൂടി ഈ പാക്ക് അപ്ലൈ ചെയ്യണം. ഈ പാക്കിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്ന സാധനങ്ങളാണ്. പൊട്ടറ്റോ ടാൻ റിമൂവ് ചെയ്യാനും ഇവൻ ടോൺ തരാനും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളെ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൈറ്റൻ ആക്കാനൊക്കെ ബെസ്റ്റാണ്. പിന്നെ കേടായി കഴിഞ്ഞാലും ഓട്സ് ആയി കഴിഞ്ഞാലും സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഗ്ലോയിങ് ആൻഡ് ഈവൻ സ്കിൻ ടോൺ ആവശ്യമുള്ളവർ ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ട്രൈ ചെയ്യണം. കണ്ടില്ല, ഇതുപോലെ നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്യണം. അതിപ്പോൾ ബോഡിയിലായി കഴിഞ്ഞാലും നമ്മൾ ഇതേപോലെ തന്നെ ഇത്രയും നല്ലോണം കട്ടിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു തിക്നെസ് തന്നെ അപ്ലൈ ചെയ്താലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിത് ഒരു 20 മിനിറ്റ്സ് ആണ് വെക്കാൻ പോകുന്നത്. 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് വിസിബിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈയുടെ പകുതി വരെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നല്ല റിസൾട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അച്ഛനും ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് 20 മിനിറ്റ്സിന് ശേഷം റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണിത്. നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാനൊക്കെ റിമൂവ് ആയിട്ട് ഒരു ഇവൻ ടോൺ കിട്ടും.
പൊട്ടറ്റോ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ബ്രൈറ്റ്നസ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ടാനൊക്കെ റിമൂവ് ആവുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യേണ്ട ഫേസ് പാക്കല്ല. നമ്മളിത് വീക്ക്ലി വൺസ് ആണ് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളെ കൈമുട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ്, അണ്ടർആംസിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ്, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഫേസ് പാക്ക് എന്നാണ് ഞാൻ പറയുന്നതെങ്കിലും അത് കംപ്ലീറ്റ് ഒരു ബോഡി പാക്കാണ്. നല്ല രീതിക്ക് ടാൻ റിമൂവ് ചെയ്യുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.